ഒരു സംസ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അത്. അത് വളരെ മോശമായിട്ടാണ്. ഇന്ത്യയുടെ മുഖം തന്നെ ലോകത്തിന് മുമ്പിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ്. ഇതിനൊക്കെ അറിയാലോ, ടി മുഹമ്മദ് ബഷീർ സാഹിബിനെയും സംവിധാനിയൊക്കെ ഇപ്പോൾ അവർ ഇലക്ഷൻ പ്രചരണ രംഗത്ത് പോണ്ടതാണ്. അത് നിർത്തിവെച്ച് അവരോടൊക്കെ ഇന്ന് ഈ മീറ്റിംഗ് പങ്കെടുക്കാൻ പറഞ്ഞത് ഞങ്ങളത് വളരെ സീരിയസ് ആയിട്ട് കാണുന്നതുകൊണ്ടാണ്. അവരൊക്കെ പാർലമെൻറ്റിൽ ഇതിനെതിരായി വളരെ പോരാടിയ ആളുകളാണ്. കോടതിയിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അന്ന് പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ 4 കൊല്ലം മുമ്പ് അവർ കൊടുത്ത ഉറപ്പാണ്, അഫിഡവിറ്റാണ്. ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് റൂൾസ് കൊണ്ടുവരില്ല, റൂൾസ് കൊണ്ടുവന്നാലേ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ആ സ്റ്റാൻഡാണ് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ് മാറ്റി പെട്ടെന്ന് ഈ ഓർഡേഴ്സ് ഇറക്കിയത്, റൂൾസ് ഇറക്കിയത്. അപ്പോൾ തീർച്ചയായും അതിലൊരു പാടില്ല, ഇല്ലീഗാലിറ്റി ഉണ്ട്, നിയമവിരുദ്ധത ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ സമിതികളും മറ്റുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ദുരുദ്ദേശമാണ്. ഇതിപ്പോൾ അവർ പറയുന്നുണ്ട് ഇന്ത്യൻ പൗരന്മാർക്കൊന്നും ബാധകമാവില്ല, അതിപ്പോൾ മറ്റേ പാകിസ്ഥാനിൽ നിന്ന് വന്നോലും ബംഗ്ലാദേശിൽ നിന്ന് വന്നോൽക്കും ഒക്കെയാണ് ബാധക എന്ന് അവർ പറയുന്നുണ്ട്, ഓർഡറിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നത് ശരിയല്ലല്ലോ. പൗരത്വം കൊടുക്കേണ്ടതിന് ഇന്ത്യൻ ഭരണഘടന ചില മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. മതം അടിസ്ഥാനമാക്കി ഒരു പ്രത്യേക മതത്തിന് കൊടുക്കൂല എന്ന് തീരുമാനിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ്, ലോകത്തെവിടെയും ആരും ചെയ്യാത്തതാണ്. മാത്രമല്ല അതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ചേർന്നതല്ല, ഒരു സംസ്കൃത സമൂഹത്തിന് ചേർന്നതല്ല അത്. അത് വളരെ മോശമായിട്ടാണ്. ഇന്ത്യയുടെ മുഖം തന്നെ ലോകത്തിന് മുമ്പിൽ നഷ്ടപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ്. അപ്പോൾ അതുകൊണ്ട് ലീഗ് ഇപ്പോൾ തങ്ങളോട് പറഞ്ഞ പോലെ ലീഗലി അതിനെ ചോദ്യം ചെയ്യും. അതിനെതിരായി ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള പാർട്ടികളെ ഒപ്പം ചേർന്ന് എല്ലാ നിലക്കും എതിർക്കും. UDF ആയിട്ട് ഇനി പാലയിക്കൊണ്ടുണ്ട്. അതുപോലെ തന്നെ 17-ാം തീയതി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യോഗമുണ്ട്. എല്ലാവരും ഇതിനെതിരെ തന്നെയാണ്. ഇന്ത്യ മുന്നണിയിലെ കക്ഷികളൊക്കെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരും. കോൺഗ്രസ് വളരെ ക്ലിയറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ KPC പ്രസിഡന്റിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പോൾ ആരും ഇതിനെ അനുകൂലിക്കുന്നില്ല, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എതിർക്കും. ഞങ്ങളുടെ 2 പാർലമെൻറ്റ് മെമ്പർമാരും ഇതിനെ നഖശികാന്തം പാർലമെൻറ്റിൽ എതിർത്തതാണ്. 3ആളും ഗനിയും സമദാനി പിന്നെ ഇടിയൊക്കെ വളരെ സമയമെടുത്ത് സംസാരിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് പോലും വെക്കാതെ റൂൾസ് കൊണ്ടുവന്നതിനൊക്കെ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാലും ഞങ്ങളുടെ മെമ്പർമാർക്കൊക്കെ ശക്തമായ റോള് പാർലമെൻറ്റിൽ വളരെ സുപരിതരായ ഞങ്ങളുടെ പ്രതിനിധികൾ പാർലമെൻറ്റിലുണ്ട് എങ്കിൽ അവരൊക്കെ ഇതിനെതിരായി അതിശക്തമായി സംസാരിക്കും.